So our next topic is the solar system. We have already discussed about the stars and the constellation. Next topic is the solar system. What is solar system? We know that the sun is the center of our solar system, and sun will be gives some energy and some other things to the other planets. So all the planets are revolving around the sun. Earth is also a planet and it is also revolving around the sun. This all we will discuss in this topic. So in this solar system there are planets, comets, meteors and asteroids. They are all will be, and also a satellites also present in the solar system. And in our solar system we know that there are 8 planets. 8 planets are there will be revolving around the sun. First one is Mercury, second one is Venus, second planet is Venus, then third is our Earth, then Mars, Jupiter, Saturn, Uranus and Neptune. These are the 8 planets, and we have already studied the 9th planet, Pluto in 2006 9th planet ആയിട്ടുള്ള പ്ലൂട്ടോനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാതിരുന്നത്. കാരണം എന്തുകൊണ്ടാണ് അതിനെ സ്റ്റഡി ചെയ്യാതിരുന്നത്? ഇൻ 2006 there were 9 planets in the solar system. Pluto was the fastest planet from the sun. സണ്ണിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന, ഏറ്റവും നന്നായിട്ട് ഫാസ്റ്ററായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് പ്ലൂട്ടോയാണ്. എന്തുകൊണ്ടാണ് 2006 International Astronomical Union AAU will be adopted a new definition to the planet Pluto. Plutoക്ക് ഒരു ന്യൂ ഡെഫിനിഷൻ കൊടുത്തു, and this will be distorted, and Pluto does have a definition, does not fit, has no definition. ഒരു ഡെഫിനിഷൻ കൊടുക്കാത്തത് കൊണ്ട് we will not study this Pluto in the 9th planet ആയിട്ട് പ്ലൂട്ടോനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യാതെ ഇരുന്നു. അതാണ് 9th. We have only studied the 8 planets: Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. These planets only we can study the 8 planets. We cannot study the 9th planet Pluto. This is the solar system. In your textbook there will be a figure will be given in your solar system. First one is the Mercury, Venus, Earth, Mars. Third one is our Earth. So this is the solar system. Sun is the center of the solar system. Solar systemത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? സൺ ആണ് എന്നൊക്കെ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. നെക്സ്റ്റ് we will discuss the some planetsനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് we will discuss the sun. Sun. What is sun? We know that sun is a star. And what is the definition of a star? I will already tell that it will burning of gases ഉണ്ടല്ലേ. സ്റ്റാറിനകത്ത് എന്താണ്? സ്റ്റാർ എന്ന് പറയുന്നത് ഒരു എന്താണ്? സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. ഇറ്റ് ഈസ് എ ball of burning gases. It is a ball of burning gases. ആണ് എന്തെന്ന് പറയുന്നത്? സൺ എന്ന് പറയുന്നത്. And also so this is the sun. ഈ രീതിയിലുള്ള in the sun there will be some radiation like that, light and heat. സൺ എന്താണ്? ലൈറ്റും അതുപോലെ തന്നെ എന്താണ് തരുന്നത്? ഹീറ്റും നമുക്ക് തരുന്നുണ്ട് അല്ലേ. ലൈറ്റ് ആൻഡ് ഹീറ്റ്. അതർ പ്ലാനറ്റ്സ്, ഓൾ ദ പ്ലാനറ്റ്സ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എല്ലാ പ്ലാനറ്റ്സും എന്താണ്? റിവോൾവ് ചെയ്യുന്നുണ്ട്. സൺ ഗിവ്സ് ദ റേഡിയേഷൻ ലൈക്ക് ലൈറ്റ് ആൻഡ് ഹീറ്റ്. ലൈറ്റും ഹീറ്റും എന്താണ്? സണ്ണ് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഗീവ്സ് എനർജി ടു ഓൾ ദ പ്ലാനറ്റ്സ്.
ദ സൺ വിൽ ഗിവ്സ് ദ എനർജി ടു ദ അതർ പ്ലാനറ്റ്സ്. എല്ലാ പ്ലാനറ്റ്സിനും എനർജി കൊടുക്കുന്നത് ആരാണ്? സണ്ണാണ് അല്ലേ. സണ്ണാണ് എല്ലാ പ്ലാനറ്റ്സിനും എന്താണ് എനർജി കൊടുക്കുന്നത്. ഓൾ ദ പ്ലാനറ്റ്സ് വിൽ ബി റിവോൾവ് അറൗണ്ട് ദ സൺ അറ്റ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ്. എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും കറങ്ങുന്നത് നമുക്കറിയാം. സണ്ണാണ് സെൻറ്റർ, സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ സണ്ണാണ്. എല്ലാ പ്ലാനറ്റ്സും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ദർ വിൽ ബി എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഓൾ ദ പ്ലാനറ്റ്സ്. എല്ലാ പ്ലാനറ്റ്സും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. എല്ലാ പ്ലാനറ്റ്സും തമ്മിൽ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഉണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസസിലാണ് എല്ലാ പ്ലാനറ്റ്സും അവിടെ റിവോൾവ് അറൗണ്ട് സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ഗീവ് എനർജി ഫ്രം ദ സൺ. എല്ലാ പ്ലാനറ്റിനും സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലാനറ്റ്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി വിൽ ബി റിസീവ്ഡ്. സോ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് വിൽ ബി റിസീവ്ഡ് ബൈ ദ ഈച്ച് പ്ലാനറ്റ്. എല്ലാ പ്ലാനറ്റ്സിനും എനർജി റിസീവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്, വീനസ് ആണ്. അപ്പോൾ സെർട്ടൈൻ ഡിസ്റ്റൻസ്, അപ്പോൾ സണ്ണിൻ്റെ അടുത്തുള്ളവർക്ക് കൂടുതൽ എനർജി കിട്ടും, അതിൻ്റെ അടുത്തുള്ളവർക്ക് കൂടുതൽ എനർജി കിട്ടും, അതിൻ്റെ അടുത്തുള്ളവർക്ക് കൂടുതൽ, അതിൽ കുറഞ്ഞു വരില്ല. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജി കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരുപാട് വാട്ടേഴ്സ് പ്രസൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾക്ക് എത്രയോ പരമാവധി കിട്ടും, പിന്നെ കിട്ടുന്ന ആൾക്ക് അയാൾ കുടിച്ചതിൻ്റെ ബാക്കിയല്ലേ കിട്ടുന്നുള്ളൂ. അതിനകത്ത് ഇത്രയത്തോളം ഫസ്റ്റത്തെ പേഴ്സണ് ഡ്രിങ്ക് ചെയ്തു അതിൻ്റെ ബാക്കിയായിരിക്കും സെക്കൻഡ് പേഴ്സണ്, നെക്സ്റ്റ് പേഴ്സൺ. അപ്പോൾ ലാസ്റ്റിൽ എത്തുമ്പോൾ എനർജി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ എർത്ത് വി വിൽ ഗെറ്റ് ദ തേർഡ് പ്ലാനറ്റ്. എർത്ത് ഈസ് ദ തേർഡ് പ്ലാനറ്റ്. അപ്പോൾ ഓരോ എർത്തിനും ഒരു സെർട്ടൈൻ ആയിട്ടുള്ള എനർജി, ലൈറ്റും ഹീറ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള പ്ലാനറ്റ് ഏതാണോ, മെർക്കുറിയാണ് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ്. അപ്പോൾ മെർക്കുറി എന്ന് പറയുന്നത് വളരെ ഹോട്ടസ്റ്റ് ആയിരിക്കും, നന്നായിട്ട് ഹീറ്റും ലൈറ്റും അതിനെ എമിറ്റ് ചെയ്യും. എർത്തിന് എനർജി ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മറ്റുള്ള മെർക്കുറിനെ വീനസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് എർത്തിന് വളരെ കുറവായിരിക്കും. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ എമൗണ്ട് ഓഫ് light and heat received by each planet. It depends upon the distance between the sun and the earth. സണ്ണും എർത്തും, നമുക്ക് എർത്തിന് എത്രത്തോളം ലൈറ്റും ഹീറ്റും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ പ്ലാനറ്റ്സിനും അവിടെ എനർജി കിട്ടുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ സണ്ണിനെ കുറിച്ചിട്ട് മനസ്സിലായില്ലേ. സൺ ഈസ് അവർ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇറ്റ് റേഡിയേറ്റ്സ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ആൻഡ് ഓൾസോ എനർജി. ഇറ്റ് വിൽ give some energy to other planets. The planets will be revolve around the sun at a certain distance. There will be a gap between all the planets will be revolves, and each planet gives some energy and received by each planet from the sun. Okay, these are the topics. Sun. Then next is planet. Next one is planet. What is planet? Planet, we know that sun is the center of the solar system. All the planets are revolving around the sun. Earth is also a planet. എർത്തും ഒരു പ്ലാനറ്റ് ആണല്ലേ. സണ്ണിന് ചുറ്റും ഒരുപാട് 8 planets. There will be 8 planets will be revolve around the sun. So each planet will be revolved around the sun at a specific path. ഓരോ പ്ലാനറ്റും ഈച്ച് പ്ലാനറ്റ്സ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ഓരോ പ്ലാനറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പാത്തിലാണ് അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് ഇതിനകത്ത് ഏതാണ്, നമ്മുടെ മെർക്കുറിയാണ് അല്ലേ. മെർക്കുറി വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദി സ്പെസിഫിക് പാത്ത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നില്ല, ഈ പാത്തിൽ തന്നെ അത് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് സ്പെസിഫിക് പാത്ത് ഈസ് നോൺ ആസ് ദ ഓർബിറ്റ്.
that specific path is known as the orbit. അപ്പോൾ ഓരോ പ്ലാനറ്റും ഒരു സ്പെസിഫിക് പാത്തിൽ റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഓർബിറ്റ്? Each planet has its own orbit. Each planet has its own path to revolve around the sun. That is known as the what? Orbit. അപ്പോൾ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ each planet has its own path to revolve around the sun. The planet is revolving around the sun has a specific path that is known as the orbit. അപ്പോൾ ഒരു സ്പെസിഫിക് പാത്തിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഈച്ച് പ്ലാനറ്റ്സ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ അറ്റ് എ ടൈം, ഒരു സ്പെസിഫിക് ടൈം, അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഇത് സണ്ണാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇത് തിരിച്ചും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഗീവ് സം ടൈം. ഒരു ടൈം ഉണ്ടല്ലേ, ദാറ്റ് ടൈം ഈസ് ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ റീച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കറങ്ങി, നമ്മൾ പറഞ്ഞു ഈച്ച് പ്ലാനറ്റ്സ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ. എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ടൈം അത് എടുക്കുന്നുണ്ട്. ദാറ്റ് ടൈം ഈസ് ദ period of revolution. The time taken by a planet to complete one revolution. ഒരു revolution അല്ലെങ്കിൽ one rotation. The time taken to complete a planet to one rotation or one revolution is known as the period of revolution. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓർബിറ്റിൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈച്ച് പ്ലാനറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ് and each planet will be has its own specific path. That specific path is known as the orbit, and each planet has time taken to rotate or to complete one revolution. That is the period of revolution. ഇനി നമ്മൾ പറഞ്ഞു ഓരോ പ്ലാനറ്റ്സിനകത്തും എന്താണ്, ഈച്ച് planet has its own axis. This is the Earth planet. This is our planet Earth and it has its own axis. The axis ആണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ആക്സിസ് ഉണ്ട്. എന്താണ് ഇതവിടെ? ആൻഡ് ഇൻ എർത്ത് ഓൾസോ റിവോൾവിങ് അറൗണ്ട് ദ സൺ. എർത്ത് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ. എർത്ത് എന്താണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട് നമുക്കറിയാം. ആൻഡ് ഓൾസോ എർത്ത് വിൽ ബി റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഈ ആക്സിസിൽ തന്നെ അതിൻ്റെ എർത്തിൻ്റെ ആക്സിസിലും എന്താണ് എർത്ത് റൊട്ടേറ്റ്. എന്താണ് നമ്മൾ ഭൂമിനകത്ത് എന്താണ് സൂര്യന് ചുറ്റും എർത്തും കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ എർത്ത് അതിൻ്റെ ആക്സിസിൽ നിന്ന് എർത്തും അതെന്താണ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ എർത്തിന് ചുറ്റും സർട്ടൈൻ സാറ്റലൈറ്റ്സ് വിൽ ബി റിവോൾവ്. നമ്മൾ പറഞ്ഞു സൺ ഇതാണ് എന്നുണ്ടെങ്കിൽ സണ്ണിന് ചുറ്റും എന്താണ് എർത്ത് കറങ്ങുന്നുണ്ട്. ദെൻ മൂൺ ഈസ് എ സാറ്റലൈറ്റ്. ഇവിടെ എന്താണ് മൂൺ, ദി എർത്ത് ആൻഡ് ദിസ് ഈസ് ദ മൂൺ. മൂണും എന്താണ്, മൂൺ ഈസ് എ സാറ്റലൈറ്റ്സ് ഓഫ് ദ എർത്ത്. എർത്തിന് ചുറ്റും മൂണും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ നിന്ന് മറ്റൊരു സെലസ്റ്റിയൽ ബോഡി റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സെലസ്റ്റിയൽ ബോഡി ഈസ് നോൺ ആസ് ദ സാറ്റലൈറ്റ്. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ്. ഹിയർ ഇൻ എർത്ത് സാറ്റലൈറ്റ് ഈസ് ദ മൂൺ. ഇവിടെ എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ് അല്ലേ. കാരണം എർത്തിന് ചുറ്റും എന്താണ് മൂണ് കറങ്ങുന്നുണ്ട്. മൂൺ ഈസ് ദ സാറ്റലൈറ്റ്. അപ്പോൾ എന്താണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എനി സെലസ്റ്റിയൽ ബോഡി റിവോൾവിങ് അറൗണ്ട് ദി അനദർ സെലസ്റ്റിയൽ ബോഡി. ഇതൊരു സെലസ്റ്റിയൽ ബോഡിയാണ്. എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്? പ്ലാനറ്റ്, സ്റ്റാർസ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയണത് സെലസ്റ്റിയൽ ബോഡീസ്. കൈയിനകത്ത് കാണുന്ന എല്ലാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ്. സ്റ്റാർസ്, പ്ലാനറ്റ്സ്, അതിനൊക്കെയാണ് നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ ആ സെലസ്റ്റിയൽ ബോഡിയിൽ ഏതെങ്കിലും വേറൊരു സെലസ്റ്റിയൽ ബോഡി റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് സെലസ്റ്റിയൽ ബോഡി ഈസ് നോൺ ആസ് ദ സാറ്റലൈറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ്. അപ്പോൾ എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് ഏതാണ്? ദാറ്റ് ഈസ് ദ മൂൺ. മൂൺ ഈസ് ദ ഓൺലി വൺ സാറ്റലൈറ്റ് ടു റിവോൾവ് അറൗണ്ട് ദ എർത്ത്.
മൂൺ ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ്. മൂൺ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കുറിങ് ആയിട്ടുള്ള, ആദ്യം തന്നെ എർത്തിൽ റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് മൂൺ. ദർ ആർ സർട്ടൻ അനദർ സാറ്റലൈറ്റ്സ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ സൺ, റിവോൾവിങ് അറൗണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും വേറെയും സാറ്റലൈറ്റ്സ് എന്താണ് റിവോൾവ് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് സാറ്റലൈറ്റ്സ് ആർ ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർ മാൻമെയ്ഡ് സാറ്റലൈറ്റ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാറ്റലൈറ്റുകളും എന്താണ് ഈ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാൻമെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനി സെലസ്റ്റിയൽ ബോഡി, സെലസ്റ്റിയൽ ബോഡീസ് ഹിയർ പ്ലാനറ്റ്സ് ആർ ദ സെലസ്റ്റിയൽ ബോഡി. എനി സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവിങ് അറൗണ്ട് ദി അനദർ സെലസ്റ്റിയൽ ബോഡി, മറ്റൊരു സെലസ്റ്റിയൽ ബോഡീനകത്ത് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ദാറ്റ് ഈസ് ദ സാറ്റലൈറ്റ്. സോ ഓർബിറ്റ് ആൻഡ് ഓൾസോ പീരീഡ് ഓഫ് റെവല്യൂഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഓർബിറ്റ്? Each planet has a specific path, will be rotating in their path. That path is known as the orbit, and the time taken to complete one revolution of a planet is the പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഒരു പ്ലാനറ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരീഡ് ഓഫ് റെവല്യൂഷൻ. എനി സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ which will be revolving around the another celestial body, that is the satellite. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോ these are the planets, and all the planets will be revolving around the sun with a specific path, and also it's take a specific time period, and there will be some celestial bodies. Each planets will be revolving around the sun, and also it will be revolving its own axis. ഓരോ എന്താണ് പ്ലാനറ്റും എന്താണ് അവരുടെ ആക്സിസിൽ നിന്നും കറങ്ങുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ക്യാൻ ബി റൊട്ടേറ്റ് അറൗണ്ട് ദ സൺ, സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസിൽ നിന്നും കറങ്ങുന്നുണ്ട്. അതിന് ചുറ്റും എന്താണ് ഒരു സാറ്റലൈറ്റ്സും സെലസ്റ്റിയൽ ബോഡീസ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സും അതിനെ ചുറ്റും ഓരോ പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നുണ്ട്. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ ഈച്ച് പ്ലാനറ്റ്സ് ഡീറ്റെയിൽ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ solar system chapter, planets. We have already discussed the earth and part of the, we know that in our solar system sun is the center of the solar system. All other planets will be revolving around the sun. So we have already discussed the planets and sun. Next we will discuss the other planets Mercury, Venus, Mars, Earth, Mars, Jupiter, Uranus, Saturn and Neptune. So these are the planets. So first one is Mercury. In Indian name we can call it as Budh. So Mercury is the nearest planet to the sun. It is the nearest planet to the sun. സണ്ണിൻ്റെ അടുത്തുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി ആണല്ലേ. ഫസ്റ്റ് ഈസ് ദ മെർക്കുറി, ദിസ് ഈസ് ദ സൺ, ദെൻ മെർക്കുറി, ദെൻ വീനസ്, എർത്ത്, മാസ്, like that. So it is the nearest planet to the sun. It is the smallest planet. In the solar system. സോളാർ സിസ്റ്റത്തിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി തന്നെയാണ് അല്ലേ. ഫസ്റ്റ് പ്ലാനറ്റ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്ലാനറ്റ് ടു ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ടു ദ സോളാർ സിസ്റ്റം. ആൻഡ് ഇൻ ദിസ് സോളാർ സിസ്റ്റം ദർ വിൽ ബി നോ സാറ്റലൈറ്റ്സ് വിൽ ബി here. We know that in the case of Earth there will be one satellite, that is the moon. Moon is a satellite, will be revolving around the earth. So here in the case of Mercury there will be no satellite will be present. And when the Mercury will be seen, when the Mercury planet will be seen in our sky, it is observed just before the sunrise or just after the sunset. സൺസെറ്റിന് മുമ്പും അതുപോലെ തന്നെ സൺറൈസിന് മുമ്പുമാണ് എന്ത്, ജസ്റ്റ് ബിഫോർ സൺറൈസിന് മുമ്പും ആഫ്റ്റർ ദ സൺസെറ്റിലുമാണ് നമുക്ക് മെർക്കുറി പ്ലാനറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ നെക്സ്റ്റ് പ്ലാനറ്റ് ഈസ് ദ വീനസ്. വീനസ് ഈസ് ഇൻ ഇന്ത്യൻ നെയിം വീനസ് ഈസ് ശുക്ര. ശുക്ര ഈസ് ദ ഇന്ത്യൻ നെയിം. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ പ്ലാനറ്റ്? ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ മെർക്കുറി.
ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ മെർക്കുറി. മെർക്കുറിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ബിഗ്ഗർ ആണ് അല്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലോസസ്റ്റ് ടു ദ sun. It is not closest to the sun. Then what is the appearance of the brightest planet appears in western sky? It is the brightest planet appears in western sky. It will be seen in the western sky and it is the brightest planet. Then number of satellite, there will be no satellite will be present in the Venus. In the case of Venus, there will be no satellite will be revolving around the Venus. And what is the rotation of the Venus? It will be rotated east to west direction. It will be rotated in the east to west direction. Where the sun is, earth is rotated. Earth is rotated at the west to east. Earth is rotated to west to east. So here rotation will be taken as the east to west direction. So that is the Mercury and Venus. So next planet is the Earth. Earth is the next planet. So in the solar system, Sun is the center of the solar system. First planet is Mercury, then Venus, then come the Earth. Earth. So Earth is the only planet in the solar system on which life is non-exist. പ്ലാനറ്റിനകത്ത് എർത്ത് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ ഒരു പ്ലാനറ്റാണ്. ദാറ്റ് വിൽ ബി ഓൺലി ദ ലൈഫ് വിൽ ബി എക്സിസ്റ്റ്. എർത്തിനകത്ത് മാത്രമേ ലൈഫ് എക്സിസ്റ്റിംഗ് ആവുന്നിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. മറ്റുള്ള പ്ലാനറ്റ്സിനകത്തൊന്നും എന്താണ്, ദർ വിൽ ബി നോ ലൈഫ് ഈസ് എക്സിസ്റ്റ്. വി ഓൾ ആർ സിറ്റുവേറ്റഡ് ഇൻ ദ എർത്ത്. നമ്മളെല്ലാവരും എന്താണ്, എർത്തിനകത്താണല്ലേ. അപ്പോൾ ഓൺലി ദ ലൈഫ് വിൽ ബി എക്സിസ്റ്റിംഗ് ഇൻ ദ എർത്ത്. എർത്തിനകത്ത് മാത്രമേ ലൈഫ് എക്സിസ്റ്റിംഗ് ആവുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ വീനസ്. ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ വീനസ്. വീനസിനെ കാട്ടിലും എന്താണ്, ബിഗ്ഗർ ആണ് എന്തെന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിന് വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ എർത്ത്? ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ ദ വീനസ്. വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെക്കാട്ടിലും ബിഗ്ഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ അപ്പിയറൻസ് ഓഫ് ദ എർത്ത്? ഇറ്റ് ഈസ് സീൻ ലൈക്ക് എ ബ്ലൂ ഗ്രീൻ സ്ട്രക്ചർ. ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ള ഷേപ്സിലാണല്ലേ, അപ്പിയറൻസിലാണ് നമുക്കത് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. വി നോ ദാറ്റ് ദ അവർ എർത്തിന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ദർ വിൽ ബി സോ മെനി അറ്റ്മോസ്ഫിയർ ആൻഡ് സോ മെനി ലാൻഡ്സ് ആൻഡ് ഓഷ്യൻസ്. സം വിൽ ബി കവേർഡ് വിത്ത് എ ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്ലൂയിഷ് അറ്റ്മോസ്ഫിയർ. ഒരുപാട് ഗ്രീനും ബ്ലൂവും കളേർഡ് ആയിട്ടുള്ള ഓഷ്യൻസും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഓഷ്യൻസും അതുപോലെ തന്നെ ലാൻഡ് ഏരിയാസും വരുന്നതാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ലൈക്ക് എ ബ്ലൂ ഗ്രീൻ അപ്പിയറൻസ്. ആൻഡ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത് ഈസ് one satellite will be presented in Earth. That satellite is the moon. Moon is the satellite of the Earth. Earthil revolve around ചെയ്യുന്ന സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is the moon. Then it rotates west to east direction. Where the Venus rotates at east to west direction. Here Earth will be rotates west to east direction. എർത്ത് എങ്ങോട്ടാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് എർത്ത് കറങ്ങുന്നത്. വീനസ് വിൽ ബി റൊട്ടേറ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് ദ എർത്ത്. ദെൻ സം സ്പെസിഫിക് പ്രോപ്പർട്ടീസ്, സം സ്പെസിഫിc features of earth. We know that the earth, that here is the earth. There is the sun and it is the, here sun, earth will be revolving around the sun. So in the case of a earth, there will be an axis will be present. So the axis of the earth will not be perpendicular to the sun. സണ്ണിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി സ്മോൾ ഇൻക്ലിനേഷൻ വിൽ ബി പ്രസൻറ്റ് ഇൻ ദി ആക്സിസ് ഓഫ് ദ എർത്ത്. സ്മോൾ ഇൻക്ലിനേഷൻ, ചെറിയ ഒരു ദർ വിൽ ബി നോ റൈറ്റ് ആംഗിൾ വിൽ ബി ഫോംഡ് ഹിയർ. ഒരു റൈറ്റ് ആംഗിൾ ആയിട്ടുള്ളൊരു ഫോർമേഷൻ ഇവിടെ കാണുന്നില്ല. ദർ വിൽ ബി സം ഇൻക്ലിനേഷൻ വിൽ ബി പ്രസൻറ്റ് ഇൻ ദ ആക്സിസ് ഓഫ് ദ എർത്ത്. എർത്തിനകത്ത് എന്താണ്? സ്മോൾ ഇൻക്ലിനേഷൻ. You can see the textbook. Earth appears blue-green due to the reflection of light from water and landmass of its. It will be reflected. It will be refracted. Some other lights will be present. Sunlights will be present in the
earth, there it will be reflected and like a small green and blue green formation. Then the axis of rotation of earth is not perpendicular to the plane of the orbit. ഓർബിറ്റിന് എന്താണ് ഇത്, ഓർബിറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓർബിറ്റിന് പെർപെൻഡിക്കുലർ അല്ല ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ. ഇറ്റ് വിൽ ബി എ സ്മോൾ ഇൻക്ലിനേഷൻ, ദർ വിൽ ബി എ നോ റൈറ്റ് ആംഗിൾ ഫോർമേഷൻ വിൽ ബി ഒക്കർ. എന്താണ് ഈ ഇതിന് പെർപെൻഡിക്കുലർ ആവണമെന്നുണ്ടെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ രീതിയിലായിട്ടുള്ളൂ. ഹിയർ ദ ആക്സിസ് ഓഫ് എർത്ത് വിൽ ബി സം small inclination. These are the some specific features of earth, and earth is the only planet there will be a light exist in our earth and bigger than Venus, and it is all the appearance of blue green, and number of satellite is 1, that is the moon, and it rotates west to east direction. So next planets are Mars. Mars is the next planet after the earth. Mars, in Indian name it is called it as Mangal. Indian name we can call it as Mangal, and it is the red planet. Why it is called red planet? Because it is seen like a reddish in color. The next planet is Mars. Outside the orbit of the earth is Mars. It appears slightly reddish ഫോമിൽ കാണപ്പെടുന്ന പ്ലാനറ്റ് ആയതുകൊണ്ടാണ് we can call it as it is a red planet. In here there will be 2 satellites will be presented in the Mars. So it is the second another planet Mars. Then next planet is Jupiter. In Indian name we can call it as Brihaspati. In Indian name Brihaspati. So it is Jupiter is the largest planet, is equal to 1300 times of earth. എർത്തിനെ കാട്ടിലും 1300 ടൈംസ് വലുതാണ് എന്തെന്ന് പറയുന്നത് ജൂപ്പിറ്റർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിന് എത്രയാണോ അതിൻ്റെ സൈസ് അതിനെക്കാട്ടിലും 1300 ടൈംസ് കൂടെ വലുതായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ജൂപ്പിറ്റർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പ്ലാനറ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജൂപ്പിറ്റർ. ദെൻ നെക്സ്റ്റ് ഇൻ വെയ്റ്റ് 318 ടൈംസ് ഹെവിയർ ദാൻ ദ എർത്ത്. എർത്തിനെ അപേക്ഷിച്ചിട്ട് എന്താണ് 318 ടൈംസ് ഹെവിയറാണ്, വലുതാണ് എന്തെന്ന് പറയുന്നത് ജൂപ്പിറ്റർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റൊട്ടേറ്റ്സ് വെരി റാപ്പിഡ്ലി എ ഫെയിൻ റിങ്സ്, ആൻഡ് ഇറ്റ് വിൽ ബി റൊട്ടേറ്റ്സ്. അപ്പോൾ എന്താണ് ഓരോ പ്ലാനറ്റ്സും എന്താണ് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്തു കാണുമ്പോൾ ദർ വിൽ ബി എ സീൻ എ ഫെയിൻ റിങ്സ്. ചുറ്റും ചില ഫെയിൻറ്റ് ആയിട്ടുള്ള റിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് വിൽ ബി സീൻ ഓൺലി ത്രൂ എ ടെലസ്കോപ്പ്. വി കനോട്ട് സീ വിത്ത് our naked eyes. And large number of satellites will be revolving around the Jupiter planet. Jupiter planetinu chuttum endana huge amount of large numbers of planets will be there. Will be 4 moons will be presented revolving around the Jupiter planet. Jupiter planetinu chuttum endana 4 moons will be revolving around the Jupiter planet. We cannot see that 4 moons in our naked eyes. We can only see it with a ലാർജ് നമ്പർ ഓഫ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ആ മൂൺസിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ സാധിക്കില്ല. ദീസ് ആർ ദ അതർ പ്ലാനറ്റ്സ്. നെക്സ്റ്റ് പ്ലാനറ്റ്സ്. So next planet is Saturn. In Indian name we can call it as Shani. So it is seen like a yellow in color. So therefore we can call it as yellow in color and with beautiful rings will be surrounded here. See in your textbook the figure of your Saturn. Saturn നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം സാറ്റേൺ പ്ലാനറ്റ് ആണ്. അതിന് ചുറ്റും എന്താണ് സം ബ്യൂട്ടിഫുൾ റിങ്സ് അതിന് ചുറ്റും കറങ്ങുന്നത് പോലെ നമുക്ക് കാണാം. ദാറ്റ് പ്ലാനറ്റ് ഈസ് ദ Saturn planet. The only planet with a beautiful rings, that is the Saturn. It is seen in a yellow in color and large number of satellites will be present in the Saturn planet. Then it has some specific property, some specific feature, that is it has less density. Its density is very very less
the less denser than water. വാട്ടറിനെ അപേക്ഷിച്ചിട്ട് സാറ്റേണിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ പ്ലാനറ്റ് ഡെൻസിറ്റി ഈസ് വെരി ലെസ്. വാട്ടറിന് ഒരു ഡെൻസിറ്റി ഉണ്ട് അല്ലേ? വാട്ടറിന് എത്രത്തോളം ഡെൻസിറ്റി ഉണ്ടോ അതിലും കുറവാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനറ്റ് സാറ്റേണിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് ലെസ് ഡെൻസർ ദാൻ വാട്ടർ. സോ ദാറ്റ് ഈസ് ദ വാട്ട് ഈസ് സാറ്റേൺ. It is a unique solar system and it is beautiful with a beautiful rings. Okay. ഈ റിങ്സ് നമുക്ക് എങ്ങനെയാണ്? നേക്കഡ് ഐസോട് നമുക്ക് കാണാൻ സാധിക്കില്ല. വി കനോട്ട് സീ ദ റിങ്സ് ഇൻ ദ നേക്കഡ് ഐസ്. നമ്മളിങ്ങനെ പെട്ടെന്ന് പ്ലാനറ്റ് കാണുന്നുണ്ട്, സ്കൈനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിങ്സ് കാണാൻ സാധിക്കത്തില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടെലസ്കോപ്പ് യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ റിങ്സ് അറൗണ്ട് ദ Saturn planet. Okay, so next planet is Uranus and Neptune. What are the Uranus and Neptune? So Uranus and Neptune are the outer planets. What is outer planets? What is inner planets? So this is our solar system. Sun is the center of the solar system. Other planets will be revolving around the solar system. First one is Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. So here is the Mars. Below the Mars there will be some planets will be there. That planets are the inner planets. That planets are the inner planets. അപ്പം മാസിൻ്റെ അടിയിലുള്ള below the orbit of the Mars there will be some planets will be revolving around. That planets are the inner planets. And after the Mars the planets are the ഔട്ടർ പ്ലാനറ്റ്സ്. അപ്പം മാസിന് ശേഷമുള്ള പ്ലാനറ്റ്സുകളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മാസിൻ്റെ അടിയിലോട്ടുള്ളത് എന്താണ്? ഇന്നർ പ്ലാനറ്റ്സും മാസ് കഴിഞ്ഞിട്ടുള്ള പ്ലാനറ്റ്സുകൾ എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സ്. മാസ് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? ജൂപ്പിറ്റർ, യുറാനസ്, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആർ ദ ഔട്ടർ പ്ലാനറ്റ്സ്. സോ the first four planets Mercury, Venus, Earth are the Earth, Mars are much nearer the Sun. That are the inner planets. And after the Mars orbit of the Mars we can namely as Jupiter, Saturn, Uranus and Neptune. They are the outer planets. So Uranus and Neptune are the outer planets. Then it has highly rotational axis. In the case of Uranus there will be a highly rotational axis. So here Uranus will be, Earth has some inclination. Here Uranus will be like this and it will be highly rotated axis. അതിൻ്റെ ഇതിൽ നിന്ന് തന്നെ അത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുക. It will be a tight. It will be a tight. Uranus also rotates from east to west. Earth will be rotated from west to east. Earth west to east direction ആണ് rotate ചെയ്യുന്നത്. Uranus will be rotated as same as that of the Venus planet. Where east to west, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് എന്ത്? യുറാനസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. And the most remarkable feature of Uranus is that it has highly titled rotational axis. ഹൈലി ടൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു റൊട്ടേഷണൽ ആക്സിസ് തന്നെ എന്തിനുണ്ട്? യുറാനസിനുണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ഓൺ ഇറ്റ്സ് ഓർബിറ്റ് മോഷൻ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ എ റോൾ ഇറ്റ് ഓൺ സൈഡ്. ഇതിങ്ങനെ ഹൈലി റൊട്ടേഷണൽ അത് അതിൻ്റെ ഇതിൽ നിന്ന് തന്നെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. യുറാനസ് എന്ന പ്ലാനറ്റ് അതിൽ നിന്ന് തന്നെ ഹൈലി ടൈറ്റിൽഡ് ആയിട്ട് കറങ്ങിക്കൊണ്ട് ഇങ്ങനെ റിവോൾവ് അറൗണ്ട് ചെയ്തുകൊണ്ട് എർത്തിന് സണ്ണിന് ചുറ്റും എർത്ത് എന്താണ് റിവോൾവ് അറൗണ്ട് ചെയ്ത് തന്നെ ഇരിക്കുക. ദേ ഹാവ് എ റിംഗ് സിസ്റ്റം. ഒരു റിംഗ് ലൈക്ക് സിസ്റ്റം എന്തിനുണ്ട്? ഈ രണ്ട് പ്ലാനറ്റ്സിനുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ആൻഡ് ഇറ്റ് ഹാസ് സോ മെനി large number of moons will be present. Large number of satellites will be present in the Uranus and Neptune. The outer planets have so many planets will be revolving around the outer planets. So many satellites will be revolving around the large number of planets will be revolving around the outer planets. So in the case of a inner planets there will be no satellite will be present. One or more satellite will be present in the case of the inner planets. In the case of Earth there will be one satellite will be present, that is the moon. So these are the planets. So today we will discuss that
Planets: Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. These are the planets. Okay.